മൂന്ന് പടവും ചന്തുവിലുള്ള ഒരു ട്രസ്റ്റ് എന്തായിരിക്കും കാരണം ഒരു ഡയറക്ടർ എന്ന രീതിക്ക് ഒരു റൈറ്റർ ഓക്കെ, പക്ഷെ ഒരു പ്രൊഡ്യൂസർ ഒരു മൂന്ന് പടം എന്തായിരിക്കും ചന്തുവിന് എന്താണ് തോന്നുന്നത്? എന്റെ കഴിവിൽ അമിതമായ അല്ല, he's not a producer. That's what I understood. പുള്ളി അങ്ങനെ ഒരു ഇൻഡസ്ട്രി പ്രൊഡ്യൂസേഴ്സിന്റെ പ്രത്യേക രീതികളുണ്ട്. അങ്ങനെ ഒരു ഭയങ്കര കമേഴ്ഷ്യൽ നമ്മളിങ്ങനെ ഒരു മണി ആസ്പെക്ട് മാത്രം നോക്കുന്ന ഒരാളാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പുതിയ കുറച്ച് കോണ്ടന്റ്, നല്ല പടം, നല്ല സിനിമ ഉണ്ടാക്കണമെന്നും അതിൽ നിന്ന് പുതിയ കുറച്ച് പേർക്ക് നല്ല അവസരങ്ങൾ കൊടുക്കണമെന്നും ആഗ്രഹമുള്ള പ്രൊഡ്യൂസറായിട്ട് എനിക്ക് തോന്നി. നിന്നെ ഞാൻ മാക്സിമം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെ, ലീഡ് അനുഭവം. അതോ അതൊരു ഫാമിലി. പിന്നെ 18-ാം പടിയാണ് ശരിക്കും പറഞ്ഞ പ്രേക്ഷക മനസ്സിലോട്ടുള്ള ആദ്യ പടി. 18-ാം പടിയാണ്. ഇപ്പൊ ഓൾമോസ്റ്റ് എല്ലാ ഇന്റർവ്യൂലും അതുകൊണ്ട് തന്നെ എടുത്തതാണോ? അല്ല, കാരണം പറഞ്ഞ് വരുന്ന 18-ല രണ്ട് കൂട്ടുമ്പോഴാണ് സംഭവിക്കുന്നത്. അതെ, ആ ഒരു എക്സ്പീരിയൻസ്. കാരണം ഓൾമോസ്റ്റ് ഞാൻ എല്ലാ ഇന്റർവ്യൂലും 18-ാം പടി തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എങ്കിലും കാരണം നമ്മളൊരു പേഴ്സണൽ ഇന്റർവ്യൂ എടുക്കുമ്പോ എല്ലാം പോണല്ലോ. 18-ാം പടിയിൽ എത്തുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സഹസംവിധായകനായിട്ട്. ഞാൻ ആക്ച്വലി പോകുന്ന ആക്ടിങ്ങിന് ഓഡിഷൻ കൊടുക്കാനാണ്. അവിടുന്ന് ഒരു ആള് വിളിച്ച് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു പടം കൊണ്ട് പോകാൻ പറഞ്ഞിട്ട് അങ്ങനെ ഓഡിഷൻ കൊടുക്കാൻ പോകുമ്പോഴാണ് സാറ് പറയുന്നത് ഇങ്ങനെ മുതുക്കന്മാരെയൊന്നും നടന്നു. അല്ല, ഐ വാസ് ജസ്റ്റ് 25 or 27 ഓർമ്മയില്ല. അന്ന് പക്ഷെ ഒരു 18 years old ആ പിള്ളേരുടെ പടം എന്ന് പറഞ്ഞ വന്നേ. പക്ഷെ പുള്ളി ഹി ഹാഡ് പ്ലാൻസ്. അപ്പൊ എന്നെ വെച്ച് അങ്ങനെ പിള്ളേരെ ഗ്രൂം ചെയ്യിപ്പിച്ച് അങ്ങനെ ഒരു ദിവസം അനൗൺസ് ചെയ്യുന്നതാണ്. പുള്ളിയാണ് പറയുന്നത് 5th day ക്യാമ്പ്, എൻ്റെ ഒരു ക്യാമ്പ് കഴിഞ്ഞപ്പോഴാണ് പുള്ളി പറയുന്നത് പുള്ളിയാണ് ജോയ് ക്യാരക്ടർ ചെയ്യുന്നത്. ഹി ഹാഡ് ദാറ്റ് ഇൻ ഹിസ് മൈൻഡ്. പക്ഷെ ഞാൻ പിള്ളേരെ ഗ്രൂം ചെയ്യുമ്പോൾ പുള്ളി ഔട്ട്സൈഡ് പുറത്തുനിന്ന് എന്നെ ഓഡിഷൻ ഗ്രൂം ചെയ്യുന്നുണ്ടായിരുന്നു എന്നുള്ളതാണ്. വണ്ടർഫുൾ എക്സ്പീരിയൻസ്. കാരണം എപ്പോ പോയാലും ഇപ്പൊ താടി പഠിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് ആളുകൾ കുറെ നേരം നോക്കിയിട്ടേ മനസ്സിലാവുന്നു. അല്ലെങ്കിൽ ഞാൻ സംസാരിച്ച ഉടനെ മനസ്സിലാവുന്നു. അല്ല, താടി അല്ലാതെ ചെയ്യുമ്പോൾ 18-ാം പടി ആക്ടർ എന്ന് പറഞ്ഞു തന്നെയാണ് ഇപ്പം ആളുകൾ പരിചയപ്പെടുന്നതും ഒരു ഫോട്ടോ കൊടുക്കുന്നതായാലും സ്നേഹം പങ്കുവയ്ക്കുന്നതായിരുന്നു. വെരി ഇമ്പോർട്ടന്റ് ക്യാരക്ടർ. ഇപ്പൊ ഓരോ പടങ്ങളിലെ ക്യാരക്ടേഴ്സ് എടുക്കുമ്പോഴും പല പല ലുക്കാണ്. അപ്പൊ ആളുകൾ അത് നമുക്ക് എപ്പോഴും ആസ് ആൻ ആർട്ടിസ്റ്റ് കുറച്ചുകൂടി ഫെമിലർ ഫേസ് എന്ന് പറയുമ്പോൾ 18-ാം പടിയിലെ ആ ഒരു ലുക്ക് തന്നെയായിരിക്കും പെട്ടെന്ന് ആൾക്കാർക്ക് ക്യാച്ച് ചെയ്യുന്നത്. അപ്പൊ അതെന്തെങ്കിലും എപ്പോഴും ഒരു പ്രശ്നമായിട്ട് തോന്നിയിട്ടുണ്ടോ? വെരി ജെന്യൂൻലി എനിക്ക് ആ ആളുകൾ തിരിച്ചറിഞ്ഞോളൂ. ഗ്രാജുവലി അതൊക്കെ വന്നോളൂ. പക്ഷെ എനിക്ക് എന്റെ ലുക്സ് മാറിയിരിക്കുന്നതും പല സിനിമകളിലും പല രൂപത്തിൽ വരുന്നതാണ് എന്റെ സന്തോഷം. ഇപ്പൊ മാലിക്കിൽ അഭിനയിച്ച എന്നെ ആരും ഇതുവരെ ആയിട്ടും 30 to 40% ആളുകൾ പോലും മാലിക് ഋഷഭ് എന്ന് പറഞ്ഞ ആള് ചെയ്ത ക്യാരക്ടർ ഞാനാണ് ചെയ്തതെന്ന് ആർക്കും മനസ്സിലായിട്ടില്ല. അതെ, മാലിക്കില്ല. അപ്പൊ ഇടയ്ക്ക് നമ്മൾ ലാലേട്ടന്റെ ഈ 12th man സെലിബ്രേഷൻ പാർട്ടിക്ക് പോയത് ജിത്തു സാറിന്റെ വീട്ടില്. അപ്പം ആന്റണി ചേട്ടന്റെ വൈഫ് അക്കൗണ്ടിൽ നിന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ ഇവിടെ ഇരിപ്പുണ്ട്. 12th man നമുക്ക് രജിസ്റ്റർ ആയിട്ടുള്ള ക്യാരക്ടർ കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ മാലിക്കിന്റെ എന്തോ കാര്യം വന്നു. ഇങ്ങനെ അത് ഞങ്ങൾ കണ്ടായിരുന്നു. ആ പടത്തിൽ അങ്ങനെ ചില ക്വാളിറ്റീസ് കൊണ്ട് അതിന് ഇതാണെന്ന് പറഞ്ഞിരിക്കുക. അപ്പൊ ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഞാനും ഉണ്ടാക്കുന്നു. അതേത് ക്യാരക്ടർ ഞാൻ പറഞ്ഞിരിക്കുന്നത് ഋഷഭ്. അയ്യോ, നിങ്ങളാണോ ചെയ്തത്? ഞാനിങ്ങനെ ചോദിക്കുകയും ചെയ്തു, ഇങ്ങനെ ആന്റണിയുടെ അടുത്തത് ആരാ പയ്യനാരാണ്. അപ്പം അതുപോലെ മനസ്സിലായിട്ടില്ല എന്നുള്ളത്. അപ്പൊ എനിക്ക് പക്ഷെ അതിൽ പ്രശ്നം തോന്നിയില്ല. ഞാൻ ജോയിയുടെ ഒരു ഗോസ്റ്റിൽ നിന്ന് പോയി പുതിയൊരാളായിട്ട് ചെയ്യുന്നതാണ് എന്റെ ഹൈ, ആക്ച്വൽ ഹൈ. എനിക്കറിയുന്ന ചന്ദ്രനാഥ്, നോർമലി എല്ലാവർക്കും അറിയുന്ന ചന്ദ്രനാഥും ഭയങ്കര കോൺഫിഡന്റ് ആണ്. അപ്പൊ നമുക്കാണെന്നുണ്ടെങ്കിലും പേഴ്സണലി നമ്മളിങ്ങനെ ഡൗൺ ആയിരിക്കുന്ന സമയത്താണെങ്കിലും കുറച്ച് കോൺഫിഡൻസ് തരുന്ന ആളാണ്. അതുപോലെ തന്നെ കോസ്റ്റ്യൂം വൈസ് ആണെന്നുണ്ടെങ്കിലും ഭയങ്കര ഡിസിപ്ലിൻ ആണ്. എനിക്കറിയുന്ന ആളുടെ എനിക്ക് പേടിയാണ്. ഇന്നിപ്പോ നമ്മള് ലേറ്റ് ആയിരുന്നു, എനിക്ക് പേടി. ഞാൻ ഇവരോടൊക്കെ പറയുവാണ്, അയ്യോ ചന്തു കറക്റ്റ് ടൈം ടു ടൈം ആണ് എനിക്ക് കേൾക്കുന്നു. എനിക്ക് അതായിരുന്നു ഏറ്റവും പേടി. അപ്പൊ അത് സെറ്റിലൊക്കെ നമ്മൾ പോകുമ്പോ നമ്മള് ഭയങ്കര പക്കയായിട്ട് അല്ലെങ്കിൽ അനാവശ്യമായിട്ട് സംസാരിക്കാതിരിക്കുക. ചില ആളുകൾ ഭയങ്കര ആൾക്കാരുടെ പ്രീതി പിടിച്ചു പറ്റാൻ വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് സംസാരിക്കുന്നത്. അതെ, ചന്തുവിൽ ഞാൻ അങ്ങനെ ഒരു ക്യാരക്ടർ കണ്ടിട്ടില്ല. 21 ഗ്രാംസിൽ നമ്മൾ ഒരുപാട് കണ്ടിട്ടില്ല. കാരണം ഓൾറെഡി സസ്പെൻസ് ആയതുകൊണ്ട് ഞങ്ങളാരും ചന്തുവിന് ചന്തു ഒരു സസ്പെൻസ് ആയിരുന്നു, നമുക്കും ഒരു സസ്പെൻസ് ആയിരുന്നു. നമ്മളതൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നീട് മീറ്റ് ചെയ്യുന്നത്. അപ്പൊ അതൊരു പ്രോബ്ലം ആയിട്ട് എപ്പോഴും ഇൻഡസ്ട്രിയിൽ ഫേസ് ചെയ്തിട്ടുണ്ടോ മറ്റുള്ളവർ? അതെ, എനിക്കത് മാറ്റാം. ചിലത്തൊക്കെ പറയാറുണ്ട്. എനിക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ഈ പ്രീ ജഡ്ജ്മെന്റ് അങ്ങനെ ഒരു
സംഭവം എനിക്ക് ഇഷ്ടമല്ലാത്ത സാധനം. നമ്മൾ ഒരാളെ കണ്ടിട്ട് അയാളുടെ വേഷമൊക്കെ കണ്ടിട്ട് അയാളുടെ ശബ്ദം കേട്ടിട്ട് അയാളുടെ ഷെയ്ഡ്സിന്റെ ബ്രാൻഡ് നോക്കിയിട്ട് അയാളെ ജഡ്ജ് ചെയ്യാൻ നിൽക്കരുത്. തുടക്കകാലത്ത് ഇപ്പോഴും കാണുന്ന എനിക്ക് തോന്നുന്നു പലയിടത്തും ഞാനീ നടക്കുന്നതും കാറിൽ നടക്കുന്നതും നോക്കുന്നതേ കണ്ടിട്ട് ഈവൻ ഞാൻ ആരടാന്ന് ഞാൻ ആരുമല്ല. പക്ഷെ എനിക്ക് എൻ്റെ അച്ഛൻ തന്നൊരു ജനറ്റിക് പരിപാടിയാണ്. എൻ്റെ അമ്മ തന്നൊരു ജനറ്റിക് സ്ട്രക്ചർ കാണും. ഞാൻ പഠിച്ച് വളർന്ന സാഹചര്യങ്ങൾ അങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ ഞാൻ പഠിപ്പിച്ച പിള്ളേർ എൻ്റെ പ്രൊഫഷൻ അങ്ങനെയായിരുന്നു. പിന്നെ ഞാൻ ബിൽഡ് ചെയ്തെടുക്കുന്നതിന് ഒരു കോൺഫിഡൻസ് ഉണ്ട്. ഇറ്റ്സ് ബേസിക്കലി എ ഷീൽഡ്. എനിക്കിങ്ങനെ ഞാൻ ഏറ്റവും കൂടുതൽ ചിരിക്കുന്ന ഒരാളാണ്. ഏറ്റവും കൂടുതൽ ബഹളം ഉണ്ടാക്കുന്ന എൻ്റെ സർക്കിളിൽ ഞാനാണ് ഏറ്റവും അലമ്പൻ. അലമ്പൻ മീൻസ് ഈ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് എല്ലാവരും ചിരിച്ചിരിക്കാൻ സന്തോഷമായിട്ടിരിക്കാൻ ആഗ്രഹിക്കുന്ന ജെന്യൂൻലി സന്തോഷമുള്ളതാണ്. ഐ ഹാവ് ഗോട്ട് സോ മെനി അപ്സ് ആൻഡ് ഡൗൺസും. അത് ഈ സിനിമയിൽ ഫാമിലി പരമായിട്ടും അല്ല, പിന്നെ ഹെൽത്ത് വൈസും അല്ല, അങ്ങനെയൊന്നും അല്ല. പക്ഷെ സിനിമ കരിയർ വന്നതിന് ഒരുപാട് മെന്റൽ സ്ട്രഗിൾ. എനിക്കൊരു ബാക്ക്ഗ്രൗണ്ട് അങ്ങനെ ഇല്ലല്ലോ, ഒരുപാട് അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടായിട്ടുണ്ട്. ഐ യൂസ് ടു ക്രൈ വെഹമെന്റ്ലി, ഐ യൂസ് ടു ക്രൈ. അപ്പൊ അതൊന്നും പുറത്താരും അറിയുന്നില്ല. ഞാൻ എന്റെ സുഹൃത്ത് സർക്കിൾ എങ്ങനെയാണെന്ന് അറിയുന്നില്ല. ഐ വർക്ക് വിത്ത് ജോഷി സാർ. ജോഷി സാറിനെ പോലെ മമ്മൂട്ടി എന്ന് വിളിക്കുന്ന അത്രയും സ്ട്രോങ് ആയിട്ടൊരു മനുഷ്യൻ എന്നെ അങ്ങനെ, ഞാനൊരു ഊളയാണെങ്കിൽ, ഞാൻ അങ്ങനെ ഒരു ഭയങ്കര കോമ്പസ് ആളാണെങ്കിൽ ആ സെറ്റിൽ 15 ദിവസം വെച്ച് കുറിപ്പിക്കുന്നു എന്തെങ്കിലും തോന്നുന്നില്ല. അതുപോലെ ലാലേട്ടനോട് 2 പടം ചെയ്തു, ജിത്തു സാറിനെ വെച്ച് കുറിപ്പിക്കുന്നു തോന്നുന്നു. ഇവരാരും അങ്ങനെ, എനിക്കൊരു പ്രശ്നം ഉണ്ടെങ്കിൽ ഭയങ്കര ഷോ ഓഫ് ഒന്നും അങ്ങനെയൊന്നും ഞാൻ ചെയ്തിട്ടൊന്നുമില്ല. എനിക്കൊരു ശബ്ദത്തിന്റെയോ അല്ലെങ്കിൽ ഞാൻ നടന്നു വരുന്നതിന്റെ പോസ്റ്ററിന്റെയോ ഒക്കെ പ്രശ്നമായിരിക്കാം, അല്ലെങ്കിൽ കോസ്റ്റ്യൂംസിന്റെ ഞാൻ കുറച്ച്. പിന്നെ സമയം നമ്മൾ തന്നെ ഇന്റർവ്യൂവിന്റെ 3-4 വട്ടം മാറ്റുമ്പോൾ തന്നെ ആക്ച്വലി എന്താണ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് പ്രശ്നമുണ്ട്. പിന്നെ എന്റെ ലേറ്റ് ആവാതെ സെറ്റിൽ എത്തണമെന്ന് തോന്നുന്ന ഭയങ്കര ആഗ്രഹമായിരിക്കും. 6 എന്ന് പറയുമ്പോൾ ഒരു മാക്സിമം 6 മുക്കല്ല അവിടെ എത്തിയിരിക്കണം എന്നൊരു ഇതുണ്ട്. അത് കിട്ടുന്നൊരു പരിപാടി. പ്രശ്നമാണെന്ന് വെച്ചാൽ സം പീപ്പിൾ ഇൻ ദ ഇൻഡസ്ട്രി വിൽ ടോക്ക് ബിഹൈൻഡ് മൈ ബാക്ക്. ഇതിനെന്തോ ആരും കാണാതെ ഹരീഷ് ചേട്ടൻ്റെ അടുത്ത് എനിക്ക് അങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടായിരുന്നു. ഇനി ഉത്തരം ചെയ്തിട്ട് ഹരീഷ് ചേട്ടൻ ഞാൻ ഭയങ്കര ക്ലോസ് ആയിരുന്നു. പക്ഷെ ഹരീഷ് ചേട്ടൻ എന്നെ മനസ്സിലാവും, എല്ലാവർക്കും എന്റെ അടുത്ത് സംസാരിക്കുന്നവർക്ക് എന്നെ മനസ്സിലാവുന്നുണ്ട്. പക്ഷെ ഏതോ ഒരു കൺട്രോളർ വിളിച്ചിട്ട് ഈ ചന്തുനോട് വർക്ക് ചെയ്യാൻ ഇങ്ങനെയുണ്ട്, ചന്തുവിനോട് വർക്ക് ചെയ്തു, നല്ല ആളാണ്, അങ്ങനെ പാടാണോ അയാളെ ഒന്ന് ഡീൽ ചെയ്യാൻ. പറഞ്ഞാൽ എനിക്കങ്ങനെ തോന്നിയില്ല. ഹരീഷ് എന്നെ വിളിച്ച് 1 മണിക്കൂർ സംസാരിച്ചു. പ്ലീസ് ഡോണ്ട് ചേഞ്ച് എന്ന് പറയുന്നത്. ഡോണ്ട് ചേഞ്ച്. നമ്മൾ ആർക്കും വേണ്ടി അങ്ങനെ ആവശ്യമില്ല, നാച്ചുറലി വന്നു. നാട്ടുകാർ മനസ്സിലാക്കുള്ളൂ. എനിക്കും പേഴ്സണലി ചന്തു എങ്ങനെയാണ് അഹങ്കാരിയാണോ? അഹങ്കരിക്കാൻ വേണ്ടി ഒന്നുമില്ല. ഇതേ പറയുന്നത് നമ്മുടെ ഒരു പോസ്റ്ററും ശബ്ദവും സംസാരിക്കുന്നത് അയച്ചുകൊണ്ട് തള്ളി വെച്ചിട്ടുണ്ട്. ഒരു പാടുമില്ല അയച്ചോണ്ട്, അവന് ഒരു പാടുമില്ല ഡീൽ ചെയ്യാൻ. ഏറ്റവും നമുക്ക് ഏറ്റവും ലെവല് താഴാനും മുകളിലോട്ട് പോകാനും ഒക്കെ എനിക്ക് ഫ്ലെക്സിബിലിറ്റി ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ മമ്മൂക്ക, ലാലേട്ടൻ, സുരേഷ് ഗോപി സാറ്, ഇവര് 3 പേരുടെ കൂടെയും വർക്ക് ചെയ്തിട്ടുണ്ട്. അതെ. അപ്പൊ ആസ് ആൻ ആർട്ടിസ്റ്റ് എല്ലാവരുടെയും ആഗ്രഹമായിരിക്കും അവരുടെ കൂടെ വർക്ക് ചെയ്യാൻ. അപ്പൊ 3 പേര്, ഇപ്പൊ എനിക്കറിയാവുന്ന ചന്തു ഭയങ്കര ഒബ്സർവേഷൻ ഉള്ള ആളാണ്, ആളുകളെ കുറിച്ച് ഒത്തിരി പറയുന്ന ആളാണ്. ഇപ്പൊ തെറ്റാണെന്നുണ്ടെങ്കിലും നല്ലതാണെന്നുണ്ടെങ്കിലും ആരെ മൊത്തത്തിൽ പറയുന്ന ഒരാളാണ്. അപ്പൊ ഇവര് 3 പേരിലുള്ള കണ്ട ഒരു ക്വാളിറ്റി എന്താണ്? ഇവരുടെ സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു ക്വാളിറ്റി എന്താണ്? ഒരു പ്രോബ്ലത്തിലല്ല, അതിനകത്ത് ക്വാളിറ്റി എന്നല്ല. 3 പേരും കണ്ടൊരു വളരെ സെയിം ആയിട്ട് ഞാൻ കാണുന്ന ഒരു കാര്യം, അത് മറ്റു ആർട്ടിസ്റ്റുകളിൽ ഉണ്ട്, ഇല്ലാന്നല്ല. വൈ ദേ സർവൈവ്ഡ് ദീസ് മെനി ഇയേഴ്സ് ഇൻ ദ ഇൻഡസ്ട്രി. അതിന്റെ കാര്യം അവരുടെ വൺ ഈസ് ഡെഡിക്കേഷൻ ടുവേർഡ്സ് ദ ആർട്ട് വാട്ട് ദേ ആർ ഡൂയിങ് ആൻഡ് ദേ ആർ റെഡി ടു ലേൺ വർക്ക് ഫോർവേഡ്. അതിന്റെ പിന്നെ ഈ ആർട്ടിന്റെ അടുത്ത് അവർ കാണിക്കുന്ന ഒരു ഒബ്സഷൻ, നമുക്ക് എപ്പോഴും ഒരു ഒബ്സഷൻ, പ്രണയമായപ്പോഴും യു ഷുഡ് ഹാവ് എ പോസിറ്റീവ് ഒബ്സഷൻ എന്ന് പറയുന്നത് ആ ഒരു ആർട്ടിന്റെ അടുത്തുള്ളൊരു ഇഷ്ടം. അല്ലെങ്കിൽ മമ്മൂക്കയ്ക്ക് ഈ ഇത്രയും വർഷം പുള്ളി ഇല്ലേ, ഇപ്പോഴും നമ്മളൊരു മമ്മൂക്കയുടെ കോസ്റ്റ്യൂം, മമ്മൂക്കയുടെ റെഫറൻസ് അങ്ങനെ നമ്മളിപ്പോഴും കാണുന്നത്. കൊച്ചു പിള്ളേർ പോലും നമുക്കൊരു ബീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ ആക്രാന്തം പടത്തിനടുത്ത് എനിക്ക് ആ ആക്രാന്തം ഉണ്ടാവണം ഞാൻ ആഗ്രഹിക്കുന്നു, ഒരു അത്യാഗ്രഹം. അതിനകത്ത് പിന്നെ വ്യത്യാസം എന്ന് പറയാൻ അങ്ങനെ എനിക്ക് അങ്ങനെ ഒരുപാട് സമയമൊന്നും അവരുമായിട്ട് പേഴ്സണൽ ലാലേട്ടൻ്റെ വീട്ടിൽ പോകാൻ നമ്മൾ ചെയ്യാൻ. ലാലേട്ടൻ ഇസ് ബിറ്റ് മോർ ക്ലോസ് ടു മൈ ഹാർട്ട് ബിക്കോസ് നമ്മൾ പേഴ്സണൽ സ്പേസിൽ സംസാരിക്കുകയും ആഹാരം കഴിക്കുകയും ചിരിക്കുകയും തമാശ പറഞ്ഞിട്ടുണ്ട്. സുരേഷ് ഗോപി സാറിനടുത്ത് അങ്ങനെ ഉണ്ടായിട്ടില്ല, സെറ്റിൽ മാത്രമാണ്. ഗോകുൽ സുരേഷിട്ട് നമ്മൾ നല്ല നമുക്ക് എനിക്ക് ഭയങ്കര പേടിയുന്നു.
അങ്ങനെ മമ്മൂട്ടിക്ക് ഞാനൊരു മെസ്സേജ് അയക്കുമ്പോൾ 6 മാസം കഴിയുമ്പോൾ മമ്മൂട്ടിക്ക് മെസ്സേജ് അയക്കുമ്പോൾ പുള്ളി ഒരു സ്മൈലി തിരിച്ചയക്കുമ്പോൾ അന്ന് ഞാൻ എന്റെ അടുത്ത് വലിയ പ്രശ്നമൊന്നുമില്ല. കാരണം ഇൻഡസ്ട്രി എങ്ങനെയാണെന്ന് നമുക്ക് അറിയില്ല. എന്നെ പറ്റിയുള്ള ജഡ്ജ്മെന്റും ഒക്കെ എങ്ങനെയാണ് പോണത്. ഇറ്റ്സ് വെരി ഈസി ടു ബ്രേക്ക് സംബഡീസ് കരിയർ. വെരി ഈസി. ഒരാൾ കഷ്ടപ്പെട്ട് ബിൽഡ് ചെയ്ത് അൺവാണ്ടഡ് ആയിട്ട് എനിക്ക് നല്ല അനുഭവങ്ങൾ അങ്ങനെ ഉണ്ട്. ആർട്ടിസ്റ്റുകൾ എന്റെ പിയർ ഗ്രൂപ്പിൽപ്പെട്ട ആർട്ടിസ്റ്റുകളിൽ നിന്നൊക്കെ എനിക്ക് ഹരാസ്മെന്റ് ഉണ്ടായിട്ടുണ്ട്. അത് ഞാൻ വില കൊടുത്തിരുന്നെങ്കിൽ ഞാനിപ്പോ വളർന്നവളായെങ്കിൽ ഞാൻ ഇന്നൊരു വളരെ മോശം പൊസിഷനിലേക്ക് പോയത്. കാരണം അത് എടുക്കാൻ പറ്റണം എനിക്ക്. ആ സമയത്ത് ഞാൻ തിരിച്ചു നിന്ന് എനിക്ക് സംസാരിച്ചാൽ അവിടെ നിന്ന് പോയുള്ളൂ. അതിൽ നിന്ന് ഞാൻ എങ്ങനെ പിന്നെ ആ കാരണം കൊണ്ട് അങ്ങനെ ഇൻഡസ്ട്രിയിൽ സിനിമ കിട്ടുന്നില്ലെങ്കിൽ അത് കുഴപ്പമില്ല എന്ന് വിചാരിക്കുന്ന ഒരാളാണ്. യു ഹാവ് ടു സ്റ്റാൻഡ് അപ്പ് ആൻഡ് സ്റ്റാൻഡ് ഫോർ യുവർ സെൽഫ് ഫസ്റ്റ്.